ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പൂർണിമ കതിരവൻ സംരക്ഷിയുടെ സേലം തമിഴ്നാടിൽ നിന്നാണ് ഈ വീഡിയോ ഇടുന്നത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എല്ലാവർക്കും വളരെ താങ്ക്സ് എന്നാണ് പറയേണ്ടത്. എന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് മലയാളം വീഡിയോ ഞാൻ ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഷോർട്സാണ് അത് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഷോർട്സിന് കുറേ സപ്പോർട്ട്സ് ഉണ്ടായി നമ്മളുടെ മലയാളി ഫ്രണ്ട്സുകളുടെ. സപ്പോർട്ട്സിന് എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ. ഇനി നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് പറയുകയാണെങ്കിൽ സ്ക്രീനിൽ കണ്ടാൽ തന്നെ അറിയാം, ഒരു പ്ലെയിൻ ബാംഗിൾസിൻ്റെ വെറൈറ്റീസാണ് നമ്മൾ ഈ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പ്ലെയിൻ ബാംഗിൾസിൻ്റെ പേരാണ് നമ്മൾ സൗത്ത് ഏരിയയിലുള്ള എല്ലായിടത്തും ഇതിൻ്റെ പേര് ബാംഗ്ലൂർ കൊത്തെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോർത്തിലാണെങ്കിൽ നോർത്തിൽ ഈ ബാംഗിളിൻ്റെ പേരാണ് പ്ലെയിൻ കട്ടിങ് ബാംഗിൾ, അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ ബാംഗിളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഗ്ലാസ് നമ്മൾ നോർമൽ പ്ലെയിൻ ബാംഗിൾസിൻ്റെ ഗ്ലാസ്സിൽ കുറച്ച് വ്യത്യസ്തമായിരിക്കും. ഇപ്പം ഞാൻ എല്ലാ ഓവർ ബാംഗിൾസും ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്തിട്ടാണ് ഈ വീഡിയോ. കുറച്ച് വലുതായിരിക്കും, പക്ഷേ കണ്ടാൽ നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽഡായിട്ട് ഈ ബാംഗിളിനെ പറ്റി മനസ്സിലാവും. എന്നുവെച്ചാൽ നമ്മൾ ഒരു ഡിഫൈൻ ചെയ്യണം, ഒരു ബാംഗിളിൻ്റെ വെറൈറ്റി മുമ്പിൽ കൊണ്ടുവരികയാണെങ്കിൽ അതിനെപ്പറ്റി അറിയണമല്ലോ വാങ്ങിക്കുന്നതിന് മുമ്പ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നത്. ഇപ്പോൾ കണ്ടാൽ ഇതൊരു വൈറ്റ് കളർ ബാംഗിളാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഈ വൈറ്റ് കളർ ബാംഗിളിന് മുകളിലാണ് കട്ടിങ്, പക്ഷേ ഉള്ളിലെ കുട്ടിയായിട്ടുള്ള ലൈൻസ് ഇതൊക്കെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അത് ആണ് ഈ ബാംഗിളിൻ്റെ സ്പെഷ്യാലിറ്റി. പ്ലെയിൻ ബാംഗിൾസിൽ അങ്ങനെ വരാറില്ല, പക്ഷേ ഇതിൻ്റെ ഗ്ലാസ്സിൽ തന്നെ ഉണ്ട് ഡിസൈൻ. നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുന്നതല്ല. അടുത്ത കളറ് കാണിക്കുകയാണെങ്കിൽ ഇതൊരു മയിൽ പച്ച എന്ന് പറയാം, ഒരു റേഡിയം കളറാണ് ഇത്. പക്ഷേ റേഡിയം കളറിൻ്റെ ഫസ്റ്റ് നമ്മൾ കണ്ട വൈറ്റിലും ഈ ഡിസൈനും രണ്ടും വ്യത്യസ്തമായ ഡിസൈനായിരിക്കും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലും ഒരു ലെയർ വരുന്നുണ്ട്, പക്ഷേ അതേമാതിരിയല്ല, വൈറ്റ് കളറല്ല. ഇതിൻ്റെ ഡിസൈനും ഡിസൈനും രണ്ടും വേറെ ആയിരിക്കും. കട്ടിങ്ങും വേറെ മാതിരിയാണ് ഇതിനുള്ളത്, ഡിഫറെൻ്റ് ആയിരിക്കും. നോർമലായിട്ട് നമ്മൾ ഈ ബാംഗിൾ ഒരു ഡസൺ 12 വളയാണ് ഒരു ഡസണിൽ വരുന്നത്. ഒരു ഡസൺ നമ്മൾ സബ്മിറ്റ് ഡീറ്റെയിൽസിൽ 45 റുപ്പീസിനാണ് കൊടുക്കുന്നത്. 45 രൂപയ്ക്കാണ് ഒരു ഡസൺ വള കൊടുക്കുന്നത്. പക്ഷേ ഒരു ഓഫറോടുകൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓഫർ എന്താണെന്ന് വെച്ചാൽ ഞാൻ പോകെ പറയാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ വളകളുടെ ഡിഫൈനും ചെയ്ത് തരാം, എങ്ങനെയായിരിക്കും അതിനെ പറ്റിയും പറഞ്ഞിരിക്കുന്നത്. ഇതൊരു നല്ലൊരു കളറാണ്. ഇത് രണ്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റും. 6 കളറും നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഇടാൻ നല്ല രസമുണ്ടാവും. ഇപ്പോൾ ഇത് നോക്കിയാൽ ഒരു പീച്ച് കളർ കാണാൻ അങ്ങനത്തെ കളറാണ് ഇത്. കളറിൽ നോക്കിയാൽ അറിയാം. ഇപ്പോൾ നല്ല സൂം ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഡിസൈൻ ഉണ്ട്. ഇപ്പം നമ്മൾ അരിയാസുണ്ട് ഒക്കെ ഇല്ലേ, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഒരു ഡിസൈൻ വരുന്നത് അതേമാതിരി തന്നെ ഇത് കുറച്ച് അതേ ടൈപ്പ് ഓഫ് ഗ്ലാസ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഡിസൈൻ. മുകളിൽ നമ്മൾ കട്ടിങ് വർക്ക് മാത്രം ചെയ്തിട്ടുള്ളൂ. ക്രിസ്റ്റൽ ലുക്കായിരിക്കും ഈ വളകളെ പറ്റി പറയുകയാണെങ്കിൽ, ക്രിസ്റ്റൽ ലുക്ക്. അതല്ലാണ്ട് ഇതിൻ്റെ സൗണ്ടും കുറച്ച് ക്രിസ്റ്റൽ സൗണ്ട് മാതിരി നമ്മൾ നോർമൽ സിമ്പിൾ ലുക്കാണ്. നമ്മുടെ ലേസർക്ക് ഭയങ്കര ഷൈനിങ് ആയിട്ടുള്ള ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളതല്ല നമ്മളുടെ ടേസ്റ്റ് എന്ന് വെച്ചാൽ കുറച്ച് സിമ്പിളായിട്ടായിട്ട് ഇരിക്കുകയും വേണം, പക്ഷെ നല്ല ഡീസൻ്റ് ആയിട്ട് ഇരിക്കണം. അങ്ങനെയാണ് നമ്മളുടെ ലൈഫ് സ്റ്റൈലും ട്രഡീഷനും വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ബാംഗിൾ നല്ലതായിരിക്കും. ഞാനിതുവരെയും കണ്ടിട്ടുള്ളൂ കേരളത്തിലും എല്ലാവരും ഒരു പ്ലെയിൻ ബാംഗിൾസാണ് അധികം യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇതിനകത്ത് കുറച്ച് ഡിഫറെൻറ്റ് വെറൈറ്റീസ് എടുത്തിട്ട് വരാൻ പറ്റുമോ എന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ബാംഗിൾ കിട്ടിയത്. ഇത് നോക്കിയാൽ ഇതൊരു മെറൂൺ കളറിൻ്റെ ഉള്ളിലും ഒരു റെഡ് ഉണ്ട്, കുറച്ച് ബ്ലാക്ക് ഉണ്ട്. ഇതെല്ലാം കൂടെ കൂടിയാൽ ഒരു ചെറിയ റെഡ്, അല്ലെങ്കിൽ നല്ലൊരു ഡാർക്ക് മെറൂൺ. ഇത് ഡബിൾ ഷെയ്ഡായിട്ട് തോന്നും നമ്മൾക്ക് കാണണമെങ്കിൽ. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഞാനിത് ഇത്രയും സൂം ചെയ്ത് കാണിക്കണമെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ
എല്ലാവർക്കും